ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ മുന്നേ ആയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്കും ചെയ്യുക. ആദ്യം ഒരു ബൗളിലേക്ക് ഒരു 1/4 കപ്പ് മൈദ ആഡ് ചെയ്യാം. അപ്പോൾ മൈദ ആഡ് ചെയ്യുമ്പോൾ നന്നായിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. അതിൽ ചെറിയ കട്ട അതൊന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് വിസ്ക് വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ്, ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ഫ്ലോറാക്കി മാറ്റി വെക്കുക. അതിനുശേഷം ഇതിലേക്ക് കൊക്കോ പൗഡർ ആഡ് ചെയ്യുക. ഞാനിവിടെ എൻ്റെ വീട്ടിലുള്ള ചോക്ലേറ്റ് പൊടിച്ചതാണ് ആഡ് ആക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കട്ടയൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ കൈകൊണ്ട് നന്നായിട്ട് പൊടിച്ചിട്ട് വേണം ഇതിലേക്ക് ആഡ് ആക്കാൻ. പിന്നെ ഈ ഒരു ഫ്ലോറിൽ ആണെന്നുണ്ടെങ്കിലും അത് വീണ്ടും കട്ടയായി നിൽക്കും. അപ്പോൾ അത് നന്നായിട്ടൊന്ന് നമ്മൾ കൈകൊണ്ട് തന്നെ എന്താക്കണം, ഒരു പൊടി രൂപത്തിലാക്കി മാറ്റണം. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഫ്ലോർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു പാത്രത്തിൽ 3 കോഴിമുട്ട എടുത്തിട്ട് ഒരു 3 മിനിറ്റ് ഹൈ സ്പീഡിൽ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഫ്ലഫി ആയിട്ട് വരും. അതുവരെ നമ്മളിത് ബീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അതിനുശേഷം ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചത്, 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചാൽ 1 കപ്പ് കിട്ടും. അതാണ് ഞാൻ ഇതിലേക്ക് മെല്ലെ ആഡ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് 1 മിനിറ്റ് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ആഡ് ആക്കുകയാണ്. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ കേട്ടോ. എനിക്ക് അത്ര എണ്ണ കേക്കിൽ വേണ്ട, അതുകൊണ്ട് ഞാൻ ഒരു വലിയ ടേബിൾ സ്പൂൺ ആഡ് ആക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 1/4 കപ്പൊക്കെ ആഡ് ആക്കാം. ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ശേഷം ഒരു 1/2 സ്പൂണ് വാനില എസൻസും കൂടി നമുക്ക് ആഡ് ആക്കാം. ഇതിലേക്ക് കോഫിയാണ് ആഡ് ആക്കുന്നത്. ബ്രൂ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ, അത് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു 1/4 കപ്പ് കോഫി. അതിലേക്ക് ആവശ്യത്തിനുള്ള പാലും പഞ്ചസാരയൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇതിലേക്ക് ഇനി ആഡ് ആക്കുന്നത്. ഇത് ഓപ്ഷണലാണ്. അപ്പോൾ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കേക്ക് ഫ്ലോർ, അത് നമുക്ക് പതുക്കെ ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് ഇത് ഒരു ഡയറക്ഷനിൽ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റിയെടുക്കാം. ഇതിലേക്ക് ഞാൻ ചോക്ലേറ്റിൻ്റെ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ചോക്കോ സിറപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ പ്യുവർ കൊക്കോ പൗഡർ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ചോക്ലേറ്റ് കളർ ഉണ്ടാകും. കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്കിംഗ് ബൗളിലേക്ക് മാറ്റാം. ബേക്കിംഗ് ബോളിൻ്റെ സൈഡിലും അതുപോലെ തന്നെ താഴ്ഭാഗത്ത് നമ്മൾ ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പാച്ച്മെൻറ്റ് പേപ്പറൊക്കെ വെക്കാം. അത് ഓയിൽ അല്ലെങ്കിൽ ഗീയോ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഒരു 10 മിനിറ്റ് മുന്നേ ഫ്രൈ പാൻ നന്നായിട്ട് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഹൈ ഫ്ലെയിമിൽ. അതിലേക്കാണ് നമ്മളുടെ ഈ ഒരു ബൗൾ വെച്ചിട്ടുള്ളത്. ഇനി ഒരു 30-40 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് വെന്തോന്ന് നോക്കാം. നിങ്ങൾക്കിത് ഓവനിലൊക്കെ ബേക്ക് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ ഞാനിവിടെ ഇപ്പോൾ ഈ ഒരു മെത്തേഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു 40 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഫോർക്കൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കുത്തി നോക്കുമ്പോൾ നമുക്ക് കേക്ക് വെന്തിട്ടുണ്ടോ എന്ന് മനസ്സിലാകാൻ പറ്റും.
വളരെ ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്പോഞ്ചി ചോക്ലേറ്റ് കേക്കാണിത്. അപ്പോൾ ഇത് നിങ്ങൾ എന്തായാലും വീട്ടിൽ തയ്യാറാക്കി നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. ആൻഡ് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് കമൻ്റായിട്ട് അറിയിക്കുകയും വേണം. മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരേക്കും ബൈ.